Hi viewers, I'm Januji. So already we have learned one tense, present simple tense. Today we are going to learn the next one, that is past simple tense. അപ്പോൾ ആ ടെൻസിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ നേരത്തെ ഉള്ളതിൻ്റെ ഒക്കെ പഠിച്ചു. ഇനി പാസ്റ്റ് സിമ്പിൾ ടെൻസ്. അപ്പം ഞാൻ പറഞ്ഞു എവരി ടെൻസ് ഹാസ് എ ഫോം, ഒരു ഫോം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V3. നമ്മൾ പഠിച്ച V3. ഗോ, വെൻറ്റ്, ഗോൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ. അതിൽ രണ്ടാമത് വരുന്ന റോട്ട്, എഴുതി, സോ, കണ്ടു. ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ വേർപിരിക്കാനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് സബ്ജക്റ്റ് പ്ലസ് V3. നമ്മളിവിടെ V3 എന്ന് പറയുന്ന 5 ഫോമിലെ ഇതാണ്. അതിലൊന്ന് നമ്മൾ ഒഴിവാക്കി, എസ് ഫോമോ ING ഫോമോ ഒഴിവാക്കിയിട്ടുള്ളതാണ് പറയുന്നത്. അപ്പം V3 എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിരിക്കുന്നത്. സോ സബ്ജക്റ്റ് പ്ലസ് V3. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം, V3യുടെ ഉള്ളിൽ ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉണ്ടെന്നറിയാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതലൊന്നും വിശദീകരിക്കേണ്ട. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനാണ്, അത് സിമ്പിളായിട്ട് പറയുന്നു. ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി. ഐ സ്ലെപ്റ്റ് വെൽ. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ് എന്നാണ് ആ 3 ഫോം വരിക. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. സ്ലീപ്പ് ഉറങ്ങുക, സ്ലെപ്റ്റ് ഉറങ്ങി, പിന്നെ അവസാനം സ്ലെപ്റ്റ്. അപ്പം നോക്ക്, ഐ സ്ലെപ്റ്റ് വെൽ, ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഐ സ്ലെപ്റ്റ് വെൽ ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങി. കൊതുകടി ഒന്നുമില്ലായിരുന്നു. ഐ സ്ലെപ്റ്റ് വെൽ ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഉറങ്ങിയില്ല എന്നാണെങ്കിൽ നമ്മൾ പറയും, ഓ ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ, നന്നായിട്ട് ഉറങ്ങിയില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അതിഥികളൊക്കെ വന്നാൽ നമ്മൾ രാവിലെ അവർ എഴുന്നേറ്റ് വരുമ്പോൾ ചോദിക്കും, അല്ല ശരിക്കും ഉറങ്ങിയോ, ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ്പ് വെൽ, ഡിഡ് യു സ്ലീപ്പ് വെൽ. ചിലപ്പോൾ അവർ ഉറക്കച്ചോടോടുകൂടി കോട്ടുവായൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് തോന്നും അവർ ശരിക്കും ഉറക്കം നല്ല ശരിയായിട്ടില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ചോദിക്കും, ഡിഡ്ന്റ് യു സ്ലീപ്പ് വെൽ, ശരിക്കും ഉറങ്ങിയില്ലേ? ഡിഡ്ന്റ് യു സ്ലീപ്പ് വെൽ, ശരിക്കും ഉറങ്ങിയില്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ ഉറങ്ങി, ഉറങ്ങിയില്ല, ഉറങ്ങിയോ, ഉറങ്ങിയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇതാണ് V3 കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, പാസ്റ്റ് സിമ്പിൾ ടെൻസ് കൊണ്ട്. കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. ഇവിടെയും നമുക്ക് ഒരു ചെറിയ ഡയലോഗുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് ഇതിൽ ഡയലോഗുകൾ പറയാൻ നോക്കാം. നമ്മൾ ചിലപ്പോൾ പറയുന്നതാണ്, ഡിഡ് ഇറ്റ് റെയിൻ ഹിയർ ദിസ് ഈവനിങ്. നമ്മളെവിടെയും പോയിട്ട് നമ്മുടെ ടൗണിൽ വന്ന് ഇറങ്ങുമ്പം റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കറിയില്ല, നമ്മൾ വരുന്ന വഴിക്കൊന്നും മഴയില്ലായിരുന്നു, പക്ഷേ റോഡ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, ഡിഡ് ഇറ്റ് റെയിൻ ഹിയർ ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം ഇവിടെ മഴ പെയ്തോ? ഡിഡ് ഇറ്റ് റെയിൻ, മഴ പെയ്തോ. ഇറ്റ് ഉപയോഗിക്കേണ്ടതൊക്കെ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാലാവസ്ഥയുടെ മുമ്പിൽ ഇറ്റ് ചേർക്കണം. സോ ഡിഡ് ഇറ്റ് റെയിൻ, നമ്മളെപ്പോഴും ചോദിക്കുക, ഇന്നിവിടെ മഴ പെയ്തോ, ഇന്നലെ രാത്രി മഴ പെയ്തോ, അല്ല അവിടെ മഴ പെയ്തോ, അതിനൊക്കെ ഡിഡ് ഇറ്റ് റെയിൻ ആണ്. ഡിഡ് ഇറ്റ് റെയിൻ ദർ, അവിടെ മഴ പെയ്തോ എന്നാണ്. ഡിഡ് ഇറ്റ് റെയിൻ ഹിയർ, ഇവിടെ മഴ പെയ്തോ. ഡിഡ് ഇറ്റ് റെയിൻ ഹിയർ ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം ഇവിടെ മഴ പെയ്തോ. യെസ് ഇറ്റ് ഡിഡ്, യെസ് ഇറ്റ് ഡിഡ്. അപ്പോൾ അവിടെ യെസ് ഇറ്റ് റെയിൻഡ് ഹിയർ ദിസ് ഈവനിങ് ഫുള്ളൊന്നും കൊടുക്കണ്ട. യെസ് ഇറ്റ് ഡിഡ്, അതെ ഇവിടെ മഴ പെയ്തു. ടെറിബിൾ റെയിൻ, ടെറിബിൾ, ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്, ഭയങ്കര മഴ എന്നാണ് നമ്മൾ പറയുക. ടെറിബിൾ ഭയപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മൾ മലയാളികൾ പറയുന്ന ഭയങ്കര മഴയായിരുന്നു. അപ്പം ടെറിബിൾ റെയിൻ, ടെറിബിൾ. ദാറ്റ്സ് വൈ ദ റോഡ് ഈസ് വെറ്റ്, ദാറ്റ്സ് വൈ ദ റോഡ് ഈസ് വെറ്റ്. അതാണ് ഈ റോഡൊക്കെ നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാൾ അത് കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി, അതുകൊണ്ട് അയാൾ ചോദിച്ചു ഇവിടെ മഴ പെയ്തോന്ന്. അതാണ് ഈ റോഡ് നനഞ്ഞിരിക്കുന്നതല്ലേ, വെറ്റ്, നനഞ്ഞത്. ഓ ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ്, ആ കാരണം കൊണ്ട്, ദാറ്റ്സ് വൈ ദ റോഡ് ഈസ് വെറ്റ്. അപ്പോൾ ചോദ്യം ഒന്നുകൂടി നോക്ക്, ഡിഡ് ഇറ്റ് റെയിൻ ഹിയർ ദിസ് ഈവനിങ്. യെസ് ഇറ്റ് ഡിഡ്. ടെറിബിൾ റെയിൻ. ഓ ദാറ്റ്സ് വൈ ദ റോഡ് ഈസ് വെറ്റ്. അപ്പം ഒരാൾ ചോദ്യം ചോദിക്കുന്നു, മറ്റേ ആൾ ഉത്തരം പറയുന്നു, അതാക്രമത്തിൽ. ഇനി വേറൊരു ഇത് നോക്കാം. യു ലുക്ക് വെരി ടയേർഡ്. വാട്ട് ഹാപ്പൻഡ്? യു ലുക്ക് വെരി ടയേർഡ്. അപ്പോൾ ഒരാളെ കാണുന്നു, അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ക്ഷീണം തോന്നുകയാണ്. അതിനാണ് ലുക്ക് എന്ന വേർഡ്. ലുക്കിന് നോക്കുക എന്നാണ്. പക്ഷെ നമ്മൾ ഒരാളോട് പറയുകയാണ് യു ലുക്ക് വെരി ടയേർഡ് എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ടിട്ട് എനിക്ക് തോന്നിയാണ്, എൻ്റെ ഫീലിംഗാണ് ഞാൻ പറയുന്നത്. യു ലുക്ക് വെരി ടയേർഡ്, നീ വല്ലാതെ ക്ഷീണമുള്ളത്, നിനക്ക് വല്ലാത്ത ക്ഷീണമുള്ളതുപോലെ തോന്നുന്നു. യു ലുക്ക് വെരി ടയേർഡ്. വാട്ട് ഹാപ്പൻഡ്? ഈ ലുക്ക്, അതുപോലെ തന്നെ സൗണ്ട്, സീം, ഇത് നമ്മൾ ഫീലൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അത് ഒരാളെ കാണുമ്പോൾ, ഒരാൾ പറയുന്ന കേൾക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് ആണ്. അത് വേറൊരു ഇതിലും. ഇപ്പം നമ്മൾ ഇത്രയും മാത്രം പഠിക്കാം. യു ലുക്ക് വെരി ടയേർഡ്. വാട്ട് ഹാപ്പൻഡ്? ഇത് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത്. വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു? ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് പറ്റി, എന്ത് സംഭവിച്ചു, എന്ത് പറ്റി, നിനക്ക് ഭയങ്കര ക്ഷീണമുള്ളതുപോലെ ഉണ്ടല്ലോ, എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്?
ചിലപ്പോൾ നമ്മൾ ചോദിക്കും നിനക്കെന്ത് പറ്റി, വാട്ട് ഹാപ്പൻ ടു യു, അവിടെ ടു ചേർത്തിട്ട് യു പറയണം. വാട്ട് ഹാപ്പൻ ടു യു, അവൾക്ക് എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ ടു ഹെർ, അവൻ എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ ടു ഹിം, എനിക്കെന്ത് പറ്റി, എനിക്ക് എന്താ അറിയില്ല, എനിക്ക് എന്ത് പറ്റിയെന്നല്ല, വാട്ട് ഹാപ്പൻ ടു മീ, എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല, വാട്ട് ഹാപ്പൻ ടു മീ, എനിക്ക് എന്താ പറ്റിയത്, വാട്ട് ഹാപ്പൻ ടു അസ്, നമുക്ക് എന്താ പറ്റിയത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടതാണ്. വാട്ട് ഹാപ്പൻ, പിന്നെ ആർക്ക് പറ്റിയെന്നാണെങ്കിൽ ടു ചേർക്കുക. വാട്ട് ഹാപ്പൻ ടു യുവർ ഫാദർ, അല്ല നിൻ്റെ അച്ഛൻ എന്താ പറ്റി, അച്ഛൻ എപ്പോഴും സൗമ്യമാണല്ലോ, ഇന്ന് പെട്ടെന്ന് ദേഷ്യം പിടിച്ചല്ലോ. വാട്ട് ഹാപ്പൻ ടു യുവർ ഫാദർ ടുഡേ, ഇന്ന് എന്താ അച്ഛൻ എന്ത് പറ്റി, കണ്ടില്ലേ, വാട്ട് ഹാപ്പൻഡ്, അത് സ്ഥിരമാണ്. അപ്പം അയാളുടെ ഉത്തരം നോക്ക്. ഐ ഡിഡ്ന്റ് സ്ലീപ്പ് അറ്റ് ഓൾ ലാസ്റ്റ് നൈറ്റ്, ഐ ഡിഡ്ന്റ് സ്ലീപ്പ് അറ്റ് ഓൾ ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി തീരെ, അറ്റ് ഓൾ, നോട്ട് അറ്റ് ഓൾ മീൻസ് ഒട്ടും തന്നെ, അറ്റ് ഓൾ ഒട്ടും എന്നാണ്, അറ്റ് ഓൾ ഒട്ടും, ഇതൊക്കെ സംഭാഷണത്തിൽ എപ്പോഴും വരുന്നതാണ്. ഐ ഡിഡ്ന്റ് സ്ലീപ്പ് അറ്റ് ഓൾ ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി ഒട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഒട്ടും ഉറങ്ങിയില്ല. സിവിയർ, എന്തായാലും കാരണം പറയാണ്, സിവിയർ ടൂത്തേക്ക്, സിവിയർ എന്ന് പറഞ്ഞാൽ കടുത്തതാണ്. അപ്പം നമ്മുടെ അസുഖം കടുത്തതാണെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡാണ് SEVR, സിവിയർ, സിവിയർ എന്ന് വെച്ചിരിക്കുക. സിവിയർ ഹെഡേക്ക്, ഭയങ്കര തലവേദനയാണ്, കടുത്ത തലവേദനയാണ്. സിവിയർ സ്റ്റൊമക്ക് ഏക്ക്, കടുത്ത വയറുവേദനയാണ്. ഇവിടെ എന്താ, സിവിയർ ടൂത്തേക്ക്, എപ്പോഴെങ്കിലും പല്ലുവേദന വന്നവർക്കറിയാം രാത്രി ഉറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സോ സിവിയർ ടൂത്തേക്ക്, ഭയങ്കര പല്ലുവേദന. ഐ കുഡിന്റ് സ്ലീപ്പ് എ വിങ്ക്, ഐ കുഡിന്റ് സ്ലീപ്പ് എ വിങ്ക്, എനിക്ക് അല്പം പോലും, അതായത് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല എന്നാണ്. ഐ കുഡിൻ, കഴിഞ്ഞില്ല, എന്തിന്, ഐ കുഡിൻ സ്ലീപ്പ് എ വിങ്ക്, ഇംഗ്ലീഷിൽ ഒരു ഫ്രേസാണിത്. ഐ കുഡിൻ സ്ലീപ്പ് എ വിങ്ക്, എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ് മലയാളത്തിൽ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക, ഐ കുഡിൻ സ്ലീപ്പ് എ വിങ്ക്. അപ്പോൾ ഇംഗ്ലീഷിൽ ബ്ലിങ്ക് എന്ന് പറഞ്ഞ രണ്ട് കണ്ണ് ഒരുമിച്ച് കണ്ണടച്ചത് പറഞ്ഞാൽ ബ്ലിങ്ക് ആണ്. ഐ ആം ബ്ലിങ്കിങ്, ഇതപ്പം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ആം ബ്ലിങ്കിങ് ആണ്. ആ സമയം ഒരു കണ്ണടച്ച് മറ്റേ കണ്ണുകൊണ്ട് നോക്കുന്നതിനാണ് വിങ്ക് എന്ന് പറയാം. അത് ഐ ആം വിങ്കിങ്. അപ്പോൾ ഇത് പിന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട, ചിലപ്പോൾ അടി കിട്ടും. കാരണം എവിടെയെങ്കിലും അസ്ഥാനത്തൊക്കെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു റോങ് സിഗ്നൽ ഉണ്ട്, നെവർ യൂസ് ഇറ്റ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രയോഗം അറിഞ്ഞിരിക്കണമല്ലോ. ഒരു കണ്ണടച്ച് മറ്റേ കണ്ണുകൊണ്ട് നോക്കുന്നതിന് വിങ്ക്, ഹി ഈസ് വിങ്കിങ്, ഷീ ഈസ് വിങ്കിങ് അറ്റ് മീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ സൈറ്റ് അടിക്കുക എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. പക്ഷേ ഇംഗ്ലീഷിലെ വേർഡ് ഇതാണ്, വിങ്കിങ്. ഹി ഈസ് വിങ്കിങ് അറ്റ് മീ, അവൻ എന്നെ നോക്കിയിട്ട് കണ്ണിറുക്കി കാണിക്കുന്നു എന്നാണ് അർത്ഥം. ഹി ഈസ് വിങ്കിങ് അറ്റ് മീ, അതിന് റോങ് സിഗ്നൽ ഉണ്ട്. സോ നെവർ യൂസ് ഇറ്റ്, നെവർ ഡു ഇറ്റ് ആൻഡ് നെവർ യൂസ് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ഐ കുഡിന്റ് സ്ലീപ്പ് എ വിങ്ക്, ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ പ്രയോഗം നമുക്ക് അറിയണം, നമുക്ക് പറയേണ്ടി വരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ലാസ്റ്റ് ഡയലോഗ്, യു ലുക്ക് വെരി ടയേർഡ്, വാട്ട് ഹാപ്പൻഡ്, ഐ ഡിഡ്ന്റ് സ്ലീപ്പ് അറ്റ് ഓൾ ലാസ്റ്റ് നൈറ്റ്, ഐ ഡിഡ്ന്റ് സ്ലീപ്പ് അറ്റ് ഓൾ ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ എനിക്ക് അല്പം പോലും ഉറങ്ങുക. സിവിയർ ടൂത്തേക്ക്, ഐ കുഡിന്റ് സ്ലീപ്പ് എ വിങ്ക്, എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഡയലോഗ് ഒന്ന് കാണാതെ ഒച്ചത്തിൽ പറഞ്ഞ് പഠിക്കുക, കേൾക്കുക, പിന്നെ പറഞ്ഞ് പഠിക്കുക. ഓക്കെ, ഇനി ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ 5 or 10 വേർബുകളുടെ ഈ 3 ഫോംസ് കാണാതെ പഠിക്കണം. അത് നമ്മുടെ നിത്യജീവിതത്തിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വേർബ്സ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, എപ്പോഴും വേണ്ടി വരുന്ന പദങ്ങൾ മാത്രമാണ് നമ്മൾ വേർബിൻ്റെ 3 ഫോംസ്. അത് കാണാതെ പഠിക്കല്ലാതെ വേറെ രക്ഷയില്ല. കാരണം 3 വ്യത്യസ്ത ഫോമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആദ്യം ബ്രിങ്, BRING, ബ്രിങ്, ബ്രോട്ട്, ഇത് കാണാതെ തന്നെ പഠിക്കണം. ഒരു 2 തവണ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ്. ബ്രിങ്, ബ്രോട്ട്. എന്താ ബ്രിങ്ങിൻ്റെ അർത്ഥം? കൊണ്ടുവരിക എന്നാണ്. നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥാനത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ബ്രിങ്. ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും എന്നാണ്. ബ്രിങ് യുവർ ഫാമിലി, കുടുംബത്തെ കൊണ്ടുവരും. നമ്മൾ പാർട്ടിക്കൊക്കെ ക്ഷണിക്കും പറയും ബ്രിങ് യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ, ഭാര്യയെയും കുട്ടികളെയൊക്കെ കൊണ്ടുവരും. കൊണ്ടുവരികയാണ്. ബ്രിങ് യുവർ നോട്ട്ബുക്ക്, നിങ്ങളുടെ നോട്ട്ബുക്ക് കൊണ്ടുവരൂ എന്നൊക്കെയാണ് പറയുക. ബ്രിങ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ടാണ്, BROUGHT, ബ്രോട്ട്. ഐ ബ്രോട്ട് മൈ ഫാമിലി, ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുവന്നു. ഐ ബ്രോട്ട് മൈ മൊബൈൽ, എൻ്റെ മൊബൈൽ ഞാൻ കൊണ്ടുവന്നു. അപ്പം ബ്രോട്ട് മനസ്സിലായില്ലേ? ഇനി തൊട്ടടുത്തത് BUI, ബൈയുടെ അർത്ഥം എന്താണ്? ബൈ, വാങ്ങിക്കുക എന്നാണ്. പ്ലീസ് ബൈ മി എ സാരി, ഒരു സാരി വാങ്ങിച്ചു തരൂ. പ്ലീസ് ബൈ മി എ മൊബൈൽ, എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരൂ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് BOUGHT, ബ്രോട്ടും ബോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ പഠിച്ച ബ്രോട്ട്, കൊണ്ടുവന്നു. ഇത് BOUGHT,
ബോട്ട് മീൻസ് വാങ്ങിച്ചു എന്നാണ്. ഐ ബോട്ട് എ ബൈക്ക്, ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു. ഐ ബോട്ട് എ കാർ, ഒരു കാർ വാങ്ങിച്ചു. ഐ ബോട്ട് എ ന്യൂ മൊബൈൽ, ഒരു പുതിയൊരു മൊബൈൽ വാങ്ങിച്ചു. എന്തും വാങ്ങിച്ചു. ഐ ബോട്ട് എ പാൻ, ഞാനൊരു പേന വാങ്ങിച്ചു. എന്തും വാങ്ങിച്ചു എന്ന് പറയാൻ ബോട്ട്. ഇനി CALL കോൾ, അത് നമുക്കറിയുന്നതാണ്. കോൾ മീൻസ് വിളിക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് കോൾഡ് ആണ്. കോൾ, കോൾഡ്, കോൾഡ്. സോ ഫോർ എക്സാമ്പിൾ, കോൾ മീ എന്നെ വിളിക്കൂ. കോൾ മീ ടുമോറോ, നാളെ എന്നെ വിളിക്കൂ. പ്ലീസ് കോൾ മീ ടുമോറോ, നാളെ എന്നെ വിളിക്കൂ. ഐ കോൾഡ് യു, നേരത്തെ നമ്മൾ എപ്പോഴോ പറഞ്ഞിരുന്നു. ഐ കോൾഡ് യു, ഞാൻ നിന്നെ വിളിച്ചിരുന്നു, ഞാൻ നിന്നെ വിളിച്ചു. ഐ കോൾഡ് യു ബട്ട് യു ഡിഡിൻറ്റ് അറ്റൻഡ് ദ ഫോൺ, നീ ഫോൺ എടുത്തില്ല. ഐ കോൾഡ് യു ബട്ട് യു ഡിഡിൻറ്റ് അറ്റൻഡ് ദ ഫോൺ. ഓക്കെ, അതുപോലെ തന്നെ ക്ലോസ്, CLOSE ക്ലോസ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ക്ലോസ്? അടയ്ക്കുക എന്നാണ്. നമ്മളെപ്പോഴും പറയുന്നത് പ്ലീസ് ക്ലോസ് ദ ഡോർ, പ്ലീസ് ക്ലോസ് ദ വിൻഡോ, പ്ലീസ് ക്ലോസ് യുവർ ബുക്സ്. പുസ്തകങ്ങളൊക്കെ അടച്ചു വെക്കാൻ ക്ലോസ്, അടയ്ക്കുക. സോ അതിൻ്റെ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ എന്താണ്? ക്ലോസ്ഡ്. I closed the door, I closed the window, I closed my books. പുസ്തകങ്ങളൊക്കെ ഞാൻ അടച്ചു വെച്ചു. I closed the bag അടച്ചു വെച്ചു. അപ്പം നമ്മൾ നിത്യജീവിതത്തിൽ ഇത് എവിടെയൊക്കെയാണ് അടച്ചു എന്ന് വരുമ്പോൾ ഒക്കെ ക്ലോസ്ഡ് ഉപയോഗിക്കുക. ഇനി കം വാട്ട്സ് മീനിങ്? വരിക. അപ്പം കം, കെയിം, കം, ഈ 3 ഫോം ഇതാണ്. കം, കെയിം, അവസാനം വീണ്ടും കം തന്നെയാണ് വരുന്നത്. പക്ഷേ രണ്ടും രണ്ടാം. മൂന്നാമത്തെ ഫോം, അതായത് V5ൻ്റെ അർത്ഥം ഇപ്പോൾ പറയുന്നില്ല, കാരണം അതിന് അർത്ഥം മാറിക്കൊണ്ടിരിക്കുക. അതാണ് അതിനിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. സോ കം ഹിയർ, നമ്മളെപ്പോഴും പറയുന്നതാണ് കം ഹിയർ, ഇങ്ങോട്ട് വരൂ. ദെൻ യു സീ ഐ കെയിം അറ്റ് 5, 5 മണിക്കാണ് ഞാൻ വന്നത്. ഐ കെയിം അറ്റ് 5. ഐ കെയിം ടു സ്കൂൾ, സ്കൂളിലേക്ക് ഞാൻ വന്നു. ഐ കെയിം ടു സ്കൂൾ, അങ്ങനെ ഉപയോഗിക്കും. ഇനി അടുത്തത് ഡു ആൻഡ് ഡസ്, രണ്ടിനും ചെയ്യുക എന്നർത്ഥമാണ്. ഡു, ഡസ്, ഒന്ന് സിംഗുലർ ഒന്ന് പ്ലൂറലാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഡു യുവർ ഡ്യൂട്ടി, നീ നിന്റെ ജോലി ചെയ്യൂ. ഡു യുവർ ഹോംവർക്ക്, നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യൂ. അതിൻ്റെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ എന്താണ്? ഐ ഡിഡ് മൈ ഡ്യൂട്ടി, ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റി, അതായത് ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്തു. ഐ ഡിഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. അതിനൊക്കെ ഡിഡ് ഉപയോഗിക്കാം. ഡു, ഡസിൻ്റെ 3 ഫോം, ഡു, ഡിഡ്, ഡൺ. ഡസിനും അങ്ങനെ തന്നെയാണ്. ഡസ്, ഡിഡ്, ഡൺ, കാരണം രണ്ടും ഒരേ അർത്ഥമാണ്. ഡു, ഡിഡ്, ഡൺ, ഡസ്, ഡിഡ്, ഡൺ. ഇനി ഡ്രിങ്കിൻ്റെ അർത്ഥം കുടിക്കുക എന്നാണ്. സോ പ്ലീസ് ഡ്രിങ്ക് ദിസ് മിൽക്ക്, ഈ പാല് കുടിക്കൂ. കുടിക്കൂ എന്നാണ്. ഇനി കുടിച്ചു എന്നുള്ളതിന് ഡ്രാങ്ക് ആണ്. അവസാനത്തെ ഫോം ഡ്രങ്ക് ആണ്, DRUNK. അപ്പം ഞാൻ കുടിച്ചു എന്നെങ്ങനെ പറയാം? ഐ ഡ്രാങ്ക് മിൽക്ക്, ഞാൻ പാല് കുടിച്ചു. ഐ ഡ്രാങ്ക് ടീ, ഞാൻ ചായ കുടിച്ചു. ഇനി ഈറ്റ്, ഡ്രിങ്ക് ഉണ്ടെങ്കിൽ അവിടെ ഈറ്റ് വരും. ഈറ്റ് തിന്നുക എന്നാണ്. പ്ലീസ് ഈറ്റ് ദിസ് കേക്ക്, ഈ കേക്ക് കഴിക്കൂ, കേക്ക് തിന്നു എന്നാണ്. ഐ എയ്റ്റ്, ഞാൻ കഴിച്ചു. ഐ എയ്റ്റ്, ഫോർ എക്സാമ്പിൾ, ഐ എയ്റ്റ് ഫിഷ്, ഞാൻ മത്സ്യം കഴിച്ചു. ഐ എയ്റ്റ് മീറ്റ്, ഞാൻ മാംസം കഴിച്ചു. ഇതിനാണ് എയ്റ്റ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഈറ്റ്, ഈറ്റൺ, അതാണ് 3 ഫോം. ഈറ്റ്, ഈറ്റൺ. ദെൻ ഗെറ്റ് ലഭിക്കുക, കിട്ടുക എന്നൊക്കെയാണ്. ഗെറ്റ്, ഗോട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറയും, നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പറയും പ്ലീസ് ഗെറ്റ് മൈ വാച്ച്, എൻ്റെ വാച്ച് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുപോകാന്നാണ്. പ്ലീസ് ഗെറ്റ് മൈ മൊബൈൽ, എൻ്റെ മൊബൈൽ. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ഇത് ഓർമ്മ വരും. അപ്പം വീട്ടിലുള്ളവരോട് വിളിച്ചു പറയും പ്ലീസ് ഗെറ്റ് മൈ വാച്ച്, പ്ലീസ് ഗെറ്റ് മൈ മൊബൈൽ. ഇപ്പോഴാണെങ്കിൽ കൊറോണ കാലത്ത് ഇതൊന്നും അല്ല നമ്മൾ പറയുക. കുറച്ച് റോഡിലൂടെ നടന്നു പോകുമ്പോഴായിരിക്കും നമുക്ക് മാസ്ക് എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വരും. അപ്പം നമ്മൾ പ്ലീസ് ഗെറ്റ് മൈ മാസ്ക്, പ്ലീസ് ഗെറ്റ് മൈ, അത് കൊണ്ടുവരൂ, എടുത്തു കൊണ്ടുവരൂ എന്നാണ് അവിടുത്തെ അർത്ഥം. പ്ലീസ് ഗെറ്റ്, ഇത് പഠിച്ചു വെച്ചോളൂ. ഗെറ്റ്, നമ്മൾ ആ സമയത്ത് എടുത്തു കൊണ്ടുവരൂ എന്ന അർത്ഥത്തിൽ ഗെറ്റ് ആണ് ഉപയോഗിക്കുക. പ്ലീസ് ഗെറ്റ് മൈ വാച്ച്, പ്ലീസ് ഗെറ്റ് മൈ മാസ്ക്, പ്ലീസ് ഗെറ്റ് മൈ മൊബൈൽ, പ്ലീസ് ഗെറ്റ് മൈ അംബ്രല്ല. എൻ്റെ ആ കുട എടുക്കാൻ മറന്ന് നമ്മൾ പറയും, ആ കുടയൊന്ന് എടുത്തിട്ട് പോകാം. ഇനി ഗെറ്റിൻ്റെ പാസ്റ്റ് ഇസ് ഗോട്ട് എന്നാണ്. അതിന് കിട്ടി എന്നൊക്കെയാണ് അർത്ഥം. ഐ ഗോട്ട് യുവർ മെസ്സേജ്, നീ അയച്ച മെസ്സേജ് എനിക്ക് കിട്ടി. ഐ ഗോട്ട് യുവർ ലെറ്റർ, നീ അയച്ച കത്ത് എനിക്ക് കിട്ടി. ഐ ഗോട്ട് യുവർ ഗിഫ്റ്റ്, നീ അയച്ച ആ ഗിഫ്റ്റ് എനിക്ക് കിട്ടി. അപ്പം ഇത്രയും മതി. ഒരു 5 or 10 വെച്ച് കുറച്ചായിട്ട് പഠിച്ചു. അതും നിത്യജീവിതത്തിൽ അത്യാവശ്യമുള്ള, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. സംസാരിക്കുമ്പോൾ നമുക്കിത് ആവശ്യമുള്ളതാണ്. അത് മാത്രമേ ഇന്ന് പറഞ്ഞുള്ളൂ. സോ ഫ്രണ്ട്സ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ പ്രോത്സാഹനം അതെപ്പോഴും അത്യാവശ്യമാണ്. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതൊക്കെ ഞങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ്. അതുപോലെ ലൈക്ക് ചെയ്യുക, അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.